കോടതിയിലുണ്ടായ സംഭവവികാസങ്ങൾ ഇപ്പം നമ്മൾ പത്രസമ്മേളനത്തിൽ ചർച്ച ചെയ്യണ്ട. കാരണം വെച്ചാൽ ഈ ഒരു കേസിൽ ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. എല്ലാം എന്തിനാ എൻ്റെ പെരടിക്ക് വെക്കുന്നത്? വിവിധ രാഷ്ട്രീയ പിന്നെ ഉള്ള കേസാണല്ലോ ആ കേസ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി എൻ്റെ പെരടിക്ക് വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10-20 വർഷമായിട്ട് അനുഭവിക്കുന്ന പീഡന അവസാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ ദൈവത്തിന് സ്തുതി. അവിടെ നടന്ന മറ്റ് ചർച്ചകൾ, അത് ആ കേസിൽ പലരും ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഈ കേസിൽ ഗവൺമെൻറ് എന്ത് സമീപനം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എന്നെ മാത്രം ഉദ്ദേശിച്ച് ഗവൺമെൻറ് എടുക്കുന്ന സമീപനമോ അല്ലെങ്കിൽ ഒന്നുമല്ല. നമ്മൾ അതാതിൻ്റെ ആളുകൾ അതാത് നിലയിൽ ചർച്ച ചെയ്തോട്ടെ. അതേപോലെ തന്നെ അതാതിൻ്റെ നിലയിൽ നിങ്ങളും ചർച്ച ചെയ്തോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ നിർത്തൂല. നിങ്ങൾ 20 കൊല്ലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല, ഒരു വട്ടം കൂടി ചർച്ച ചെയ്യും എല്ലാ വശങ്ങളും. അല്ലാതെ ഞാനെന്താ പറയാ, ഇപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അദ്ദേഹം മാത്രമൊന്നുമല്ല അതിനകത്തുള്ളത്, അതിനകത്തൊക്കെ തൽപര കക്ഷികൾ വേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇത് രാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞതിലോ അല്ലെങ്കിൽ അത് ചർച്ചയാക്കിയതിലോ എനിക്കത്ര വലിയ പരാതിയൊന്നുമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇതിലെ തൽപര കക്ഷികൾ വേറെയാണ്. ആ തൽപര കക്ഷികൾ ആരാണെന്നും ആരൊക്കെയാണെന്നും എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അത് അല്ല, പാർട്ടികളിൽ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ. തൽപര കക്ഷിക്കാരൊക്കെ രാഷ്ട്രീയക്കാരായിക്കൊള്ളണമെന്നില്ലല്ലോ. ഞാനവരൊന്നും പറഞ്ഞ് അവരെ വലുതാക്കുന്നില്ല. അതുകൊണ്ടത് വിട്ടുകളയാം എന്ന് ഭാവൻ. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ടൊരു ചർച്ച നടന്നു വിചാരിച്ച് എനിക്കതിനോട്, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും എനിക്കില്ല. ഞങ്ങളിപ്പോൾ വളരെ സൗഹൃദത്തിലാണ്. പിന്നെ പറയാം അല്ല, പഴയ പ്രതിപക്ഷ നേതാവ് ഞാനതിൽ ഇത്ര മാത്രമേ പറയുന്നു. 20 വർഷമായിട്ട് ഉള്ള എൻ്റെ പീഡനം അവസാനിച്ചല്ലോ, അതിന് ദൈവത്തിന് സ്തുതി. ഞാനിപ്പോൾ തങ്ങളടുത്തും പറഞ്ഞത് തന്നെ. അതിൽ തൽപര കക്ഷികൾ വേറെ പലരും ഉണ്ട്, യാത്ര പറയുന്നു. എന്താ പറഞ്ഞത്? അതെ അതെ, ഒരു നോമ്പിന് തുടങ്ങിയതാണ്, മറ്റൊരു നോമ്പിന് അത് അവസാനിച്ചു. അതും ഇന്നൊരു പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ന്യൂസ് വന്നത്. റഹ്മത്തുള്ളാ ഖാസിമിൻ്റെ മതസ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അപ്പം തന്നെ ആ വിവരം താങ്കളോട് പറയുകയും ചെയ്തു. സാക്ഷിയായി നമ്മളെ സമസ്തൻ്റെ കോട്ടുമല വാപ്പൂസ്ലിയരും എല്ലാവരും ഉണ്ട്. ഇതേപോലെ സന്ദർഭം തന്നെയാണ് ഇത് തുടങ്ങിയത്. അതൊക്കെ ഓരോ നിമിത്തങ്ങളായിരിക്കാം. സുപ്രീം കോടതി തന്നെ മൂന്നാമത്തെ പ്രാവശ്യം. അതാണ് അതിലെ ഏറ്റവും രസകരമായ സംഭവം. സുപ്രീം കോടതി മൂന്നാമത്. ഇത് ഇനി വേറെ ഏതെങ്കിലും ഒരു കോലത്തിൽ വന്നാലും അത്ഭുതപ്പെടണ്ട. അല്ല, ഞാൻ ഒരു മനുഷ്യനും പീഡനം അവസാനിച്ചു എന്നുള്ളത് കരുതുന്നത് ശരിയല്ല. ജീവിതം അതാണ്. ജീവിതം എന്ന് പറയുമ്പോൾ മനുഷ്യന് പിന്നെ സന്തോഷവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമിതമായി ഒരു വിഷയത്തിലും ആരും സന്തോഷിക്കുന്നത് ശരിയല്ല. അത് മാത്രമല്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു അഹന്ത മനസ്സിൽ തോന്നുന്നതും ശരിയല്ല. എല്ലാം നല്ലതിനാന്ന് കരുതി പോകുന്നൊരു നിലപാടാണ് എനിക്കുള്ളത്. അല്ലാതെ എന്തെങ്കിലും ഒരു മാറ്റം വന്നതായി എനിക്ക് തോന്നുന്നില്ല. ഞാനതിൻ്റെ പിന്നാലെ പോകാനൊന്നും ഉദ്ദേശിക്കുന്നതില്ല. എനിക്ക് ജോലി വേറെ ഉണ്ട്. എനിക്ക് ജോലി വേറെയുണ്ട്. മാത്രമല്ല, എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്, ജനവിഭാഗങ്ങളുണ്ട്. മനുഷ്യനാകെ കുറച്ചു കാലം ജീവിതമുണ്ട്. ആ ജീവിതം വെച്ച് വല്ലവനും വല്ല ഗുണവും ചെയ്യാൻ നോക്കാന്നല്ല. ഇതിൻ്റെ പിന്നെ പോയാൽ എൻ്റെ ജീവിതം വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് പോകാഞ്ഞത്. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചങ്ങോട്ടും പിന്നെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ മെനക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വരുമ്പോൾ അത് തടുക്കുക എന്നല്ലാതെ ഞാൻ ഈ കാര്യങ്ങളുടെ പുറകെ പോകാറില്ല.